നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് LP UP സ്പെഷ്യൽ ടോപ്പിക്കായ ബോധനശാസ്ത്രത്തിൽ PSC ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ബോധനശാസ്ത്രം എന്താണെന്നും അത് മുഴുവനായി നമുക്ക് അതിലുള്ള മാർക്ക് നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ PSC പള്ളിക്കൂടത്തിൽ LP UP സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ മാത്രമേ നമുക്ക് മുഴുവനായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മുൻകാലത്ത് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൂടെ വേണം നമുക്ക് ബോധനശാസ്ത്രത്തിലെ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ. പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? 2016 UP സ്കൂൾ അസിസ്റ്റൻറ്റും ചോദിച്ച ചോദ്യമാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ് അല്ലേ? വൈഗോട്സ്കിയുടേതാണ് ഈ കണ്ടെത്തലുകൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വൈഗോട്സ്കി. അടുത്ത ചോദ്യം ഇതാണ്: വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത്? വാചിക ചേഷ്ടകൾ എന്ന് വെച്ചാൽ വെർബൽ ബിഹേവിയർ അല്ലേ? പ്രബലനം എന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ടീഷനിങ് ആണ്. അപ്പോൾ വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് ആരുടെ കാഴ്ചപ്പാടാണ്? ആരുടേതാണ്? BF സ്കിന്നറുടേതാണ് അല്ലേ? സ്കിന്നറുടേതാണ് ഈ അഭിപ്രായം. മനസ്സിലായല്ലോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, BF സ്കിന്നർ. അടുത്ത ചോദ്യം ഇതാണ്: ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രഭാഷണങ്ങൾ, ഓപ്ഷൻ ബി സെമിനാറുകൾ, ഓപ്ഷൻ സി അഭിമുഖം, ഓപ്ഷൻ ഡി ഗ്രാഫുകൾ. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗ്രാഫുകളാണ് അല്ലേ? ഗ്രാഫുകളാണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത്. അത് നമ്മൾ വരയ്ക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആയ പ്രഭാഷണങ്ങളും സെമിനാറുകളും അഭിമുഖങ്ങളും എല്ലാം എന്തിനാവശ്യമാണ്? ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമം ഏതാണ്? അപ്പോൾ നമുക്ക് 4 ക്രമങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമത്തിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്തിട്ട് ഏതാണ് ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ എ ലീസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഓപ്ഷൻ ബി ലീസണിങ്, റീഡിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. ഓപ്ഷൻ സി ലീസണിങ്, റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്. ഓപ്ഷൻ ഡി ലിസണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലേ? ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ആദ്യം നമ്മൾ ലിസൺ ചെയ്യുക, പിന്നെ സ്പീക്ക് ചെയ്യുക, പിന്നെ റീഡ് ചെയ്യുക, പിന്നെയാണ് റൈറ്റ്. അപ്പോൾ ഏതാണ് ഈ ക്രമം? ആദ്യം ലിസണിങ്, പിന്നെ സ്പീക്കിംഗ്, പിന്നെ റീഡിംഗ്, പിന്നെ റൈറ്റിംഗ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അതായത് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ? പദങ്ങളുടെ ഉച്ചാരണം, സ്ഫുടത, വ്യക്തത. പദങ്ങളുടെ, ഒരു കുട്ടി പാട്ട് പാടുമ്പോഴും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പദങ്ങളുടെ ഉച്ചാരണം, അതുപോലെ തന്നെ വാക്കുകളുടെ സ്ഫുടത, അതുപോലെ വാക്കുകളുടെ വ്യക്തത. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 2022 പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിന് ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്: ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് എന്താണ്? ദൈനംദിന ആസൂത്രണം നടത്തും അല്ലേ ഒരു അധ്യാപകൻ.
ദൈനംദിന ആസൂത്രണം നടത്തുന്ന സമയത്ത് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് അല്ലേ. നമ്മളൊരു ക്ലാസ് നടത്തി കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ആ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്ലാസ് നടത്തിയ സമയത്ത് എന്തൊക്കെ തിരിച്ചറിഞ്ഞു, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക, പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് രേഖപ്പെടുത്തുക. മനസ്സിലായല്ലോ? ശ്രദ്ധിച്ച് പഠിക്കണം. 2022 LP സ്കൂൾ ടീച്ചറിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? അതീത ചിന്ത എന്ന് വെച്ചാൽ എന്താ? മെറ്റാ കോഗ്നിഷൻ അല്ലേ. ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? ഏതുതരം? ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ഓപ്ഷൻ ബി പഠനത്തിൻ്റെ വിലയിരുത്തൽ, ഓപ്ഷൻ സി വിലയിരുത്തൽ തന്നെ പഠനം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 2016 UP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിച്ച ചോദ്യമാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. വിലയിരുത്തൽ തന്നെ പഠനം. ഏതാണ്? വിലയിരുത്തൽ തന്നെ പഠനം. അതാണ് അതീത ചിന്തയുടെ സാധ്യതകൾ കാണിക്കുന്ന പഠനം. ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതയുള്ളത്? വിലയിരുത്തൽ തന്നെ പഠനം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോടാ. അടുത്ത ചോദ്യം ഇതാണ്, കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? നമുക്ക് ടീച്ചിങ് ഒക്കെ പഠിച്ചവർക്കറിയാം അല്ലേ. പോർട്ട്ഫോളിയോ, കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? ഏതാണെടാ? ഓപ്ഷൻ എ നിരന്തര വിലയിരുത്തൽ അല്ലേ. അതാണ് ആൻസർ. നിരന്തര വിലയിരുത്തലാണ് പോർട്ട്ഫോളിയോയിലൂടെ നമ്മൾ ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നത്? നിരന്തര വിലയിരുത്തൽ. മനസ്സിലായോ? 2022 UP സ്കൂൾ ടീച്ചറിന് ചോദിച്ച ചോദ്യമാണ്. ഒന്നുകൂടെ വായിക്കാം. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? നിരന്തര വിലയിരുത്തൽ അല്ലേ. നിരന്തരം നമ്മൾ കുട്ടിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം. അത് ക്ലാസ് ടെസ്റ്റുകളായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിട്ടും എങ്ങനെയായിട്ടും നമ്മൾ നിരന്തരം വിലയിരുത്തുക. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂല്യനിർണ്ണയത്തിൽ ഇന്ന് അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏതാണ്? 2016 UP സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യനാണ്. മൂല്യനിർണ്ണയത്തിൽ ഇന്ന് അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. 5 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്, അതായത് 5 പോയിൻ്റ് ഇട്ടുകൊണ്ടുള്ള ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് നമുക്കിപ്പോൾ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം. നമുക്ക് ഗ്രേഡ് എന്ന് വെച്ചാൽ 5 പോയിൻ്റ് ആണ് അല്ലേ. 5 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. പിസ ടെസ്റ്റിൻ്റെ ഫുൾ ഫോം നമുക്ക് ആദ്യം പഠിക്കണം അല്ലേ. PISA, പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അസസ്മെൻറ്റ്. അതാണ് പിസ, പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന മനസ്സിലായല്ലോ. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ഓപ്ഷൻ, 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. നാലാമത്തെ ഓപ്ഷൻ, പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അഞ്ചാമത്തെ ഓപ്ഷൻ, 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളമടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഏതൊക്കെയാണ്? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ബാക്കി 4, 5 പ്രസ്താവനകളാണ് തെറ്റ്. അതായത് പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുള്ള പ്രസ്താവന തെറ്റാണ്. അതുപോലെ തന്നെ 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളമടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു എന്ന പ്രസ്താവനയും
തെറ്റാണ്. ബാക്കി 1, 2, 3 ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ പിസ പരീക്ഷ ആരംഭിച്ചത് 2000-ലാണ്. പിന്നെയോ 3 വർഷം കൂടുമ്പോഴാണ് പിസ എക്സാം നടത്താറുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് പിസ എന്ന ആ ഒരു എക്സാമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് പിസ എന്നതിൻ്റെ ഫുൾ ഫോം? പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻ്റ് ആണ് പിസ, അല്ലേ? 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമാണ് പിസ ടെസ്റ്റ്. എത്ര വയസ്സ് വരെയുള്ളതാണ്? 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ. പിസ ടെസ്റ്റ് ആരംഭിച്ചത് എപ്പോഴാണ്? 2000-ലാണ്, അല്ലേ? പിസ ടെസ്റ്റ് നടത്തുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. പിസ ടെസ്റ്റിലൂടെ കുട്ടിയുടെ കഴിവിനെ വിലയിരുത്തുന്ന 3 വിഷയങ്ങൾ ഏതൊക്കെയാണ്? വായന, ഗണിതം, ശാസ്ത്രം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് വന്നത്, അല്ലേ? ഇനി വ്യാവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായ OECD, അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വ്യാവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായ OECDയുടെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പിസ എന്നതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിസ ടെസ്റ്റിനെ കുറിച്ചും അതിൻ്റെ ഫുൾ ഫോം, ആരംഭിച്ച വർഷമൊക്കെ PSC നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. ബോധനശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും PSC അടുത്തിടെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഇതെല്ലാം ഓരോ ഭാഗമാണ്, അല്ലേ? നമ്മുടെ സിലബസിലുള്ള ബോധനശാസ്ത്രം എന്ന ഭാഗത്തിൻ്റെ ഓരോ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കുകളെല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ഓരോ ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ആസൂത്രണം, പിസ ടെസ്റ്റൊക്കെ പഠിച്ചതുപോലെ നമുക്ക് വിലയിരുത്തൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ അനുബന്ധ വസ്തുതകളിലൂടെ പഠിച്ചെടുക്കാം. അങ്ങനെ ബോധനശാസ്ത്രം എന്ന ഭാഗത്തു നിന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മുഴുവൻ മാർക്ക് നമുക്ക് നേടിയെടുക്കണം. LP UP സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾക്കായി PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് നാൾ ഒരാഴ്ചയോളം നമ്മുടെ ക്ലാസ് കുറച്ച് ഇടാൻ എനിക്ക് സാധിച്ചില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ LP UP ക്ലാസ് ഇടുന്നതായിരിക്കും. എക്സാം ആകുമ്പോഴേക്കും LP UP സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവൻ നമുക്ക് പഠിച്ചെടുക്കാം, വളരെ വ്യക്തമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം അനുബന്ധ വസ്തുതകളാണ് പഠിക്കാനുള്ളത്. അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധനശാസ്ത്രം എന്ന ഭാഗത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനുണ്ടാവില്ല. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരുപാട് കാര്യങ്ങളുമായി ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.